ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ദ ലിറ്റിൽ ക്ലേ ഹട്ട്. പാഠഭാഗത്തിന് മുൻപേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യൂണിറ്റ് 5 ദി ലിറ്റിൽ ക്ലേ ഹട്ട്. കൂട്ടുകാരെ, ചിത്രം നോക്കിയേ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? Look at the picture given below. What do you see in this picture? What is it made of? കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ എന്താ കൂട്ടുകാർ കണ്ടത്? അതെ, ലിറ്റിൽ ക്ലേ പോട്ട്. ഒരു ചെറിയ ക്ലേ, കളിമണ്ണ് കൊണ്ടുള്ള ഒരു പോട്ടാണ്, അല്ലെ, ഒരു കലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ യൂണിറ്റിൻ്റെ നെയിം എന്താ കൂട്ടുകാരെ? ദ ലിറ്റിൽ ക്ലേ ഹട്ട്. ഹട്ടിൻ്റെ മീൻസ് എന്ന് പറയുന്നത് ഹൗസ് അല്ലെങ്കിൽ കുടിൽ. അപ്പോൾ ഒരു ചെറിയ കളിമൺ കുടിൽ അല്ലെങ്കിൽ വീട് എന്നതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത്, പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കഥാഭാഗം ഞാൻ ചുരുക്കി കൂട്ടുകാരോട് പറയാൻ കേട്ടോ. ഒരു കാളവണ്ടിക്കാരൻ ഇങ്ങനെ ഒരു കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒത്തിരി കളിമൺ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കലം എന്ത് ചെയ്തു, വഴുതി താഴേക്ക് പോയി. അത് അവിടെ ഒരു പച്ചപ്പുല്ലിൻ്റെ മേളിൽ കിടക്കുകയാണ്. അവിടെ ഒരു ഈച്ച പറന്നു വരികയാണ്. അത് ഇതിനെ വീടായിട്ട് സങ്കല്പിച്ചെടുക്കുകയാണ്. അടുത്ത് പിന്നീട് ഒരു എലി വരുന്നുണ്ട്, പിന്നെ ഒരു റാബിറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഫോക്സ് വരുന്നുണ്ട്, ഫോക്സിന് പിന്നാലെ വൂഫ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ലിറ്റിൽ ഹട്ടിനകത്ത്, ഈ ഒരു കുഞ്ഞു കളിമൺ വീട്ടിനകത്ത് ഇങ്ങനെ താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കാട്ടിൽ നിന്ന് പിന്നെ ഒരു ബിയർ വരുന്നുണ്ട്. അപ്പോൾ ബിയർ വന്നിട്ട് അവൻ താമസിക്കാനൊന്നുമല്ല വരുന്നത്, ഇവരെ കൂടാനൊന്നുമല്ല വരുന്നത്, അവൻ ഇതിനെ നശിപ്പിക്കാനാണ് വരുന്നത്. അപ്പം നമുക്ക് കഥാഭാഗം പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാം, ആ കരടി അല്ലെങ്കിൽ ആ ബിയർ നമ്മുടെ കുടിലിനെ നശിപ്പിച്ചോ, എന്താ ചെയ്തതെന്ന് നമുക്ക് കഥാഭാഗം വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കഥയുടെ സാരമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കഥയ്ക്കുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് ലവ് ആണ്. ലവ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റി എന്നൊക്കെ പറയാം, നമുക്ക് ഒരുമ എന്നൊക്കെ നമുക്ക് പറയാം. ഇതെല്ലാം ചേർന്ന് ഒരു ഇതാണ്. നമുക്കറിയാം, ഒരു ക്ലേ, ഒരു പോട്ടിനുള്ളിൽ ഒരു കുഞ്ഞു കലമാണല്ലേ, ഈ കലത്തിനുള്ളിൽ ഒരു ഈച്ചയ്ക്ക് താമസിക്കാൻ പറ്റും. അടുത്തൊരു റേറ്റിനും ഒരു പക്ഷേ എന്ത് ചെയ്യാം, താമസിക്കാം അല്ലേ. പക്ഷേ ഒരു റേബിറ്റ്, അതുപോലെ ഫോക്സ്, വൂഫ്, അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അതിനുള്ളിൽ കയറാൻ പോലും അവർക്കൊന്നും കഴിയത്തില്ല. പക്ഷേ ഇവരെല്ലാം ചേർന്ന് ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു സാങ്കല്പിക ഒരു കഥകൾ മാത്രമാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് യൂണിറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാർ മനസ്സിലാക്കിയിരിക്കാം. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പോൾ ഒരുമയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട്, ദ ജേർണി, യാത്ര. Down the village road a billow cart moved on. The cart full of clay pots went swinging and swaying along. Humming a tune, the cartman drove alone. A little clay pot peeped out and cried, "Wow, what a beautiful place!" The journey എന്ന് പറയുമ്പോൾ യാത്ര. ടക് ടക്, ഇതൊരു ശബ്ദമാണ് കേട്ടോ കൂട്ടുകാരെ. എന്നിട്ട് ശബ്ദമാണ്, യെസ്, കാളവണ്ടി പോകുന്നതിൻ്റെ ഒരു ശബ്ദമാണല്ലേ. നോക്കി, ഡൗൺ ദ വില്ലേജ് റോഡിലേക്ക് ഒരു ബ്ലോ കാർഡ് മൂഡ് ഓൺ, ഒരു കാളവണ്ടി എന്ത് ചെയ്തു, ഇങ്ങനെ ചലിച്ചുകൊണ്ട് വരികയായിരുന്നു. ദ കാട്ട് എന്ന് പറഞ്ഞാൽ കാളവണ്ടി, ഫുൾ ഓഫ് ക്ലേ പോട്ട്സ്. ഈ കാളവണ്ടിയിൽ മുഴുവൻ എന്തായിരുന്നു, നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ
ക്ലേ പോട്ട്സ്, എന്താ കളിമൺ പാത്രങ്ങൾ അല്ലെങ്കിൽ കളിമൺ കലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വെൻ സ്വിങ്ങിങ് ആൻഡ് സ്വേയിങ് എലോങ്, ഇത് എന്ത് ചെയ്തു, തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്തു, ആടിയും ഉലഞ്ഞും അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് കാളവണ്ടി കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് ചരിഞ്ഞൊക്കെ ആയിരിക്കും ഇത് വന്നുകൊണ്ടിരിക്കുക. ഹമ്മിങ് ഇൻ ട്യൂൺ, ഒരു ചെറിയൊരു മൂളിപ്പാട്ട്. ദ കാർട്ട് മാൻ ഡ്രോവ് എലോങ്, ഒറ്റയ്ക്ക് ഈ കാളവണ്ടിക്കാരൻ അല്ലെങ്കിൽ കാളവണ്ടി ഓടിക്കുന്ന മനുഷ്യൻ ഒരു കുഞ്ഞു മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എ ലിറ്റിൽ ക്ലേ പോട്ട് പീപ്ഡ് ഔട്ട് ആൻഡ് ക്രൈഡ്, ഒരു കുഞ്ഞു കലം, അതിലുള്ള ഒരു കുഞ്ഞു കളിമൺ കലം എന്ത് ചെയ്തു, പീപ്ഡ് ഔട്ട്, പുറത്തേക്കൊന്ന് എത്തി നോക്കി. ആൻഡ് ക്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ക്രൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കരയുക എന്നാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ മീനിങ് വന്നിട്ട് പറയുക അല്ലെങ്കിൽ സംസാരിക്കുക, ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ് കേട്ടോ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, വാവ്, എന്ത് മനോഹരമായ സ്ഥലമാണിത്. നെക്സ്റ്റ് എന്താ സംഭവിച്ചിട്ടുണ്ടാകുക നോക്കൂ. ബസ് ഫാസ്റ്റ് ദി ഫ്ലൈ, പ്ലാക്ക്, ഒരു ശബ്ദമാണ് വീണ്ടും. ഡൗൺ ജംപ് ദ പോട്ട്, എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു കലം പുറത്തേക്ക് എത്തി നോക്കിയില്ലേ കൂട്ടുകാരെ, ആ കലം എന്ത് ചെയ്തു, താഴേക്ക് ഒറ്റ ചാട്ടം കൊടുത്തു, താഴേക്ക് വഴുതി വീണു എന്ന് നമുക്ക് പറയാം. ഓൺ ടു ദി ഗ്രാസ് ബാറ്റ്, എവിടേക്കാണ് വീണത്, പുൽത്തകിടിയിലേക്ക്, പുൽമേടിലേക്ക് ഈ പോട്ട് എന്ത് ചെയ്തു, വഴുതി വീണു. ദ പോട്ട് റോൾഡ് ഓവർ ആൻഡ് ഹിറ്റ് ഇൻ ദി തിക്ക് ഗ്രീൻ മെഡോസ്, അപ്പോൾ നമ്മുടെ ഈ കലം ഉണ്ടല്ലോ, ഈ ക്ലേ പോട്ട് റോൾഡ് ഓവർ, ഇങ്ങനെ ഉരുണ്ട് ഹിറ്റ്, മറഞ്ഞു, ഇൻ ദി തിക്ക് ഗ്രീൻ മെഡോസ്, നല്ല കട്ടിയുള്ള പച്ച പുല്ലിലേക്ക് അതങ്ങനെ മറഞ്ഞു. ബൈ ആൻഡ് ബൈ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, സമയത്തിനുള്ളിൽ എ ഫ്ലൈ കെയിം ഫ്ലൈയിങ് ആൻഡ് സോ ദ പോട്ട്, ഒരു ഈച്ച അവിടേക്ക് പറന്നു വന്നു, അത് ഈ ഒരു കുഞ്ഞു പോട്ടിനെ കണ്ടു. ഇറ്റ് വാസ് ബസ്ഫസ് ദ ഫ്ലൈ, അതിൻ്റെ പേര് ബസ്ഫസ് എന്നായിരുന്നു. അപ്പോൾ ഈ ഈച്ചയുടെ പേരെന്താ, ഇറ്റ് വാസ് ബസ്ഫസ് ദ ഫ്ലൈ, ഇത് ഒരു ഈച്ചയായിരുന്നു, അതിൻ്റെ പേര് ബസ്ഫസ് എന്നാണ്. ഓ എ ലിറ്റിൽ ക്ലേ ഹാർട്ട്, ഓ ഒരു ചെറിയ കളിമൺ കുടിൽ അല്ലെങ്കിൽ കളിമൺ വീട്. ഐ വോണ്ട് ഹൂ ലീവ്സ് ഹിയർ, എനിക്കറിയണം ആരാ ഇവിടെ താമസിക്കുന്നതെന്ന്. യോ ഹൂ എനിവൺ ഇൻസൈഡ്, അപ്പോൾ നമ്മുടെ ഫ്ലൈ ചോദിക്കുവാണ്, യുഹു, ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്, പ്രത്യേകതരം ഒരു ശബ്ദമാണ്. നമ്മുടെ കഥയ്ക്ക് കൂടുതലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ട് കഥാകാരൻ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. യുഹു എനിവൺ ഇൻസൈഡ്, അപ്പോൾ ഈച്ച ചോദിക്കുകയാണ് ആരെങ്കിലും ഇതിനുള്ളിലുണ്ടോ, ഇൻസൈഡ്. ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ദ പോട്ട്, റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഫ്ലൈ ആ പോട്ടിനുള്ളിലേക്ക്, കലത്തിനുള്ളിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കി. ഇറ്റ് വാസ് എംപ്റ്റി, അതെന്തായിരുന്നു, അത് എംപ്റ്റി ആയിരുന്നു, ശൂന്യമായിരുന്നു, ഒന്നും അതിനകത്തുണ്ടായിരുന്നില്ല. ദ ഫ്ലൈ ഫ്ലോ ഇൻ ആൻഡ് മെയ്ഡ് ദ പോട്ട് ഹെർ ഹോം, അപ്പോൾ ഈ ഫ്ലൈ എന്ത് ചെയ്തു, പറന്ന് അതിനുള്ളിലേക്ക് കയറി അതിനെ ഇതിൻ്റെ വീടായിട്ട് എടുത്തു, അതിനെ വീടാക്കി മാറ്റി. ആരുടെ, ബസ്ഫസ് ദ ഫ്ലൈ അല്ലേ. യെസ്, നെക്സ്റ്റ് നോക്കി. ക്രാഞ്ച് മാച്ച് ദ മൗസ്, നെക്സ്റ്റ് വിസിറ്റർ ആരാ, യെസ് ഒരു മൗസ് ആണല്ലേ, ഒരു എലിയാണ്, റൈറ്റ്. അപ്പോൾ അതിൻ്റെ പേരെന്താ, ക്രാഞ്ച് മച്ച്, എന്താ ക്രാഞ്ച് മച്ച്. ഓക്കെ നോക്കൂ. ബൈ ആൻഡ് ബൈ എ മൗസ് കെയിം ടു ദി പോട്ട്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അല്പസമയത്തിനുള്ളിൽ ഒരു മൗസ് അവിടേക്ക് വന്നു. ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ, ഓ ഒരു കുഞ്ഞു കളിമൺ വീടാണല്ലോ, വിത്ത് വിൻഡോ, ഒരു ജനാലയൊക്കെ ഉണ്ട്. ഐ വോണ്ട് ഹൂ ലീവ്സ് ഹിയർ, എനിക്കറിയണം ഇവിടെ ആരാ താമസിക്കുന്നത്. യുഹൂ എനിവൺ ഇൻസൈഡ്, അപ്പോൾ നമ്മുടെ ഫ്ലൈ ചോദിച്ചതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ നമ്മുടെ മൗസും ആവർത്തിക്കുകയാണ്. എനിവൺ ഇൻസൈഡ്, ആരെങ്കിലും ഇതിനകത്തുണ്ടോ. ദ മൗസ് ആസ്ക്ഡ്,
മൗസ് ചോദിച്ചു. ഐ എം ബാസ് ഫസ്റ്റ് ഫ്ലൈ ഹിയർ. അപ്പോൾ അതിനകത്ത് നിന്ന് റിപ്ലൈ വരികയാണ്, ഞാൻ ബസ് ഫസ്റ്റ്, ഞാൻ ഈച്ചയാണ്, ഞാനിവിടെ ഉണ്ട്. ഹൂ ആർ യു? നീ ആരാണ്? അകത്ത് നിന്ന് ഈച്ച ചോദിക്കുകയാണ്, നീ ആരാണ്? അപ്പോൾ നമ്മുടെ മൗസ് പറയാണ്, ക്രഞ്ച് മഞ്ച് ദ മൗസ്. എൻ്റെ പേര് ക്രഞ്ച് മഞ്ച് എന്നാണ്, ഞാനൊരു മൗസാണ്. ഓക്കെ, വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് മീ? അപ്പോൾ നമ്മുടെ ഈച്ച ചോദിക്കുവാണ്, വെൽ ശരി, എന്തുകൊണ്ട് നീ എന്നോട് കൂടെ വരുന്നില്ല, അല്ലെങ്കിൽ എന്നോട് കൂടെ താമസിക്കാൻ വരുന്നില്ല? സോ ദ മൗസ് ഹറിഡ് ഇൻ ആൻഡ് ബോത്ത് ഓഫ് ദം മേഡ് ദ പോട്ട് ദെയർ ഹോം. അപ്പോൾ അങ്ങനെ ഈ മൗസ് എന്ത് ചെയ്യുന്നു, അവനോടൊപ്പം താമസിക്കുന്നു. ആരോടൊപ്പം? ഫ്ലൈഡൊപ്പം താമസിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഈ വീട് എന്ത് ചെയ്യുന്നു, അവരുടേതാക്കി മാറ്റുന്നു. നെക്സ്റ്റ് അടുത്ത വിസിറ്റ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. നെക്സ്റ്റ് വരുന്ന ഒരു തവള. ഓക്കെ, ബൈ ആൻഡ് ബൈ എ ഫ്രോഗ് കെയിം ഹോപ്പിംഗ് ബൈ ആൻഡ് ഇറ്റ് സോ ദ പോട്ട്. ഓക്കെ കൂട്ടുകാരെ, ചാടി ഒരു തവള വരികയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ. നെക്സ്റ്റ് പഴയ സ്റ്റോറി തന്നെ ആവർത്തിക്കുകയാണ് കേട്ടോ. ഓ, ഈ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ. ഒരു ക്ലേ ഹട്ടാണല്ലോ, അതിന് വിൻഡോയൊക്കെ ഉണ്ടല്ലോ. ഐ വോണ്ടർ ഹൂ ലീവ്സ് ഹിയർ. എനിക്കറിയണോ ആരാ താമസിക്കുന്നത്? യു ഹൂ എനി വൺ ഇൻസൈഡ്? തവളയും ചോദിക്കുകയാണ്, ആരെങ്കിലും അകത്തുണ്ടോ? അപ്പോൾ അകത്തുനിന്ന് റിപ്ലൈ വരുന്നുണ്ട്, യെസ് ബസ് ഫാസ്റ്റ് ദ ഫ്ലൈ ആൻഡ് ക്രഞ്ച് മഞ്ച് ദ മൗസ് ആൻഡ് ഹൂ ആർ യു? അപ്പോൾ അതെ, ഇതിനകത്ത് ആളുണ്ട്. ആരൊക്കെയാണ്? ബസ് ഫസ്റ്റ് ദ ഫ്ലൈ ഉണ്ട്, ക്രഞ്ച് മഞ്ച് ദ മൗസും ഉണ്ട്. നിങ്ങൾ ആരാണ്? അപ്പോൾ ഉത്തരം നമ്മുടെ ഫ്രോഗ് പറയുന്നുണ്ട്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. എന്താ പേര്? ഹോപ്പ് സ്റ്റോപ്പ്, ഞാൻ തവളയാണ്. അപ്പോൾ നമ്മുടെ റേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈയും കൂടെ ചോദിക്കുകയാണ്, വെൽ ശരി, വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്? എന്തുകൊണ്ട് നിനക്ക് നമ്മുടെ കൂടൊപ്പം താമസിച്ചുകൂടാ? എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നുകൂടാ? സോ ദ ഫ്രോഗ് ഹോപ്ഡ് ഇൻ. എന്ത് ചെയ്തു? നമ്മുടെ തവള അതുകൊണ്ട് ചാടി എന്ത് ചെയ്തു? അകത്തേക്ക് കയറി. ആൻഡ് ദ ത്രീ മെയ്ഡ് ദ പോട്ട് ദെയർ ഹോം. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് അവരുടെ വീടായിട്ട് ഇതിനെ പണിതു. നെക്സ്റ്റ് നോക്കിയേ, ഫ്ലീറ്റ് ഫീറ്റ് ദ റേബിറ്റ്. നെക്സ്റ്റ് വരുന്ന വിസിറ്ററാണ് റേബിറ്റ്. ഒരു മുയൽ വരികയാണ്. ബൈ ആൻഡ് ബൈ, അല്പസമയത്തിന് ശേഷം എ റേബിറ്റ് കെയിം ബൈ ആൻഡ് സോ ദ പോട്ട്. ഒരു റേബിറ്റ് അതുവഴി വരികയാണ്, ഒരു മുയൽ അതുവഴി വരികയാണ്. മുയലും ഈ ഒരു പോട്ട്, ഒരു കലം, ഇത് കണ്ടു. ഓ, എ ലിറ്റിൽ ക്ലേ ഹാർട്ട് വിത്ത് വിൻഡോ. അപ്പോൾ മുയലും സെയിം ആ ക്വസ്റ്റ്യൻ തന്നെ പറയുകയാണ്, എന്താ വിൻഡോയൊക്കെ ഉള്ള ഒരു ക്ലേ ഹട്ടാണല്ലോ. ഐ വോണ്ട് ഹൂ ലീവ്സ് ഹിയർ. എനിക്കറിയണം ആരാ ഇവിടെ താമസിക്കുന്നത്, ആരുടെ വീടാണിത്? യു ഹൂ എനി വൺ ഇൻസൈഡ്? ആരെങ്കിലും ഇതിനുള്ളിലുണ്ടോ? ഹിയർ വി ആർ. ഞങ്ങളിവിടെയുണ്ട്. ആരൊക്കെയാ? ബസ് ഫസ്റ്റ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ് ആൻഡ് ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ് ആൻഡ് ഹൂ ആർ യു? അപ്പോൾ അവർ അകത്തുള്ളവരുടെ പേരൊക്കെ പറയുകയാണ്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്, പക്ഷെ നീ ആരാണ്? അപ്പോൾ നമ്മുടെ റേബിറ്റ് മറുപടി പറയാണ്, എൻ്റെ പേര് ഫ്ലീറ്റ് ഫീറ്റ് എന്നാണ്, ഞാൻ റേബിറ്റ് ആണെന്ന് പറയുന്നു. വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് us? ശരി, നിനക്ക് എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നുകൂടാ, ഞങ്ങളോടൊപ്പം താമസിച്ചുകൂടാ? സോ ദ റാബിറ്റ് ജംപ്ഡ് ഇൻ ആൻഡ് ഫോ മേഡ് ദ പോട്ട് ദെയർ ഹോം. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ റേബിറ്റ് ചാടി അതിനുള്ളിലേക്ക് കയറി. ഏതിനുള്ളിലേക്ക്? പോട്ടിനുള്ളിലേക്ക് കയറി. അവർ 4 പേരും കൂടെ ആ വീട് പണിതു, അല്ലെങ്കിൽ അവർ 4 പേരും കൂടെ അതിനുള്ളിൽ താമസിക്കുന്നു. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായൊരു ചോദ്യം വരാമല്ലേ, ഈ ഒരു കുഞ്ഞു പോട്ടിനുള്ളിൽ അവർ തന്നെ പറയുന്നുണ്ട് ലിറ്റിൽ പോട്ടാണല്ലേ, അതിനുള്ളിൽ ഇവരൊക്കെ താമസിക്കുമോ? ഇതൊരു ഇമാജിനേഷൻ സ്റ്റോറി മാത്രമാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീം ഒരുമയുണ്ടെങ്കിൽ നമുക്ക് ഉലക്കമേലും കിടക്കാം. യൂണിറ്റിയാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആരാ നോക്കി? ഫ്ലഫി ഹഫി ദ ഫോക്സ്. ആഫ്റ്റർ എ വൈൽ എ ഫോക്സ് കെയിം റണ്ണിങ് അപ്പ് ആൻഡ് സോ ദ ഹട്ട്. അടുത്ത കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കൻ അതുവഴി വരികയാണ്, ഓടി വരികയാണ്. അവനും ആ ഹട്ട് കണ്ടു. ഓ, എ ലിറ്റിൽ ക്ലേ ഹാർട്ട് വിത്ത് എ വിൻഡോ, ഐ വോണ്ടർ ഹൂ ലീവ്സ് ഹിയർ? യു ഹൂ എനി വൺ ഇൻസൈഡ്? ഹിയർ വി ആർ. ബസ് ഫസ്റ്റ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ് ആൻഡ് ഫ്ലീറ്റ് ഫീറ്റ് ദ റേബിറ്റ്
ആൻഡ് ഹൂ ആർ യു. അപ്പോൾ നമ്മുടെ ഫോക്സും പഴയതുപോലെ തന്നെ ചോദിക്കുകയാണ്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവരെല്ലാവരുടെ പേര് പറയുന്നു. തിരിച്ചൊരു ചോദ്യം, നീ ആരാണ്? അപ്പോൾ നമ്മുടെ ഫോക്സ് പറയാണ്, ഫ്ലഫി ഹഫി ദ ഫോക്സ്. ഞാൻ ആരാണ്? ഫ്ലഫി ഹഫി ദ ഫോക്സ്. ഞാനൊരു കുറുക്കനാണ്. വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്. അപ്പോൾ അവർ മറുചോദ്യം പറയുകയാണ്, എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിനക്ക് താമസിച്ചുകൂടാ, നിനക്ക് വന്നുകൂടാ? സോ ദ ഫോക്സ് ട്രോട്ടഡ് ഇൻ ആൻഡ് ദ ഫൈവ് മെയ്ഡ് ദ പോട്ട് ദെയർ ഹോം. അങ്ങനെ അവനും എന്ത് ചെയ്തു, അതിനുള്ളിലേക്ക് കയറി. അവർ 5 പേരും കൂടെ അവരുടെ വീട് പണിയിക്കുകയാണ്. നെക്സ്റ്റ് നോക്കിയേ, ഹൗളി പ്രൗളി ദ വൂഫ്. അടുത്ത് വരുന്നത് ഒരു ചെന്നായയാണ്. ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അല്പസമയത്തിന് ശേഷം, എ വൂഫ് കെയിം സ്ട്രോളിംഗ് ബൈ. ഇറ്റ് സോ ദ ഹാർട്ട്, ഓ എ ലിറ്റിൽ ക്ലേ ഹാർട്ട് വിത്ത് എ വിൻഡോ. ഐ വണ്ടർ ഹു ലിവ്സ് ഹിയർ. യോ ഹൂ, എനിവൺ ഇൻസൈഡ്? Here we are. Buzz fuzz the fly, crunch munch the mouse, hop stop the frog, fleet feet the rabbit, and fluffy huffy the fox. And who are you? അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ വൂഫും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അപ്പോൾ എല്ലാവരും മറുപടി പറഞ്ഞു, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നീ ആരാണ്? ഹൗളി പ്രൗളി ദ വൂഫ്. അപ്പോൾ ഞാനൊരു ചെന്നായയാണ്, എൻ്റെ പേര് ഹൗളി പ്രൗളി എന്നാണെന്ന് ചെന്നായ പറയുന്നു. വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്. അപ്പോൾ അവർ ചോദിക്കുവാണ്, എന്തുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം താമസിച്ചുകൂടാ, ഞങ്ങളോടൊപ്പം വന്നുകൂടാ? സോ ദ വൂഫ് സ്ക്വീസ്ഡ് ഇൻ ആൻഡ് ദ 6 മെയ്ഡ് ദ പോട്ട് ദെയർ ഹോം ആൻഡ് ലീവ് ദെയർ ഹാപ്പിലി. അങ്ങനെ 5 പേരും കൂടെ ചേർന്ന് ആ വീട്ടിൽ എന്ത് ചെയ്യാണ്, സന്തോഷത്തോടെ അങ്ങനെ കഴിയുകയാണ്. നെക്സ്റ്റ് ആരാ? Grumbly Grumbly the bear. One day a bear came running up and saw the pot. He stopped and asked, "You who? Anyone inside?" അപ്പോൾ ഒരു ദിവസം ബിയർ ഇങ്ങനെ കാട്ടിൽ നിന്ന് ഓടി വരുന്ന സമയം ഈ കുഞ്ഞു പോട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ കണ്ടു, അവൻ നിന്നു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, "യു ഹൂ, ആരെങ്കിലും അകത്തുണ്ടോ? എനിവൺ ഇൻസൈഡ്?" അപ്പോൾ അകത്തുനിന്ന് പഴയതുപോലുള്ള ആൻസർ വരികയാണ്, ഹിയർ വി ആർ, ഞങ്ങളിവിടെയുണ്ട്. ബസ് ഫസ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ഫീറ്റ് ദ റേബിറ്റ്, ഫ്ലഫി ഹഫി ദ ഫോക്സ്, ആൻഡ് ഹൗളി പ്രൗളി ദ വൂഫ്. ആൻഡ് ഹൂ ആർ യു? ഐ ആം കംപ്ലി കംപ്ലി ദ ബിയർ. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്, നിങ്ങൾ ആരാണ്? അപ്പോൾ പറയുകയാണ്, ഞാൻ കംപ്ലി, ഞാനൊരു കരടിയാണ് എന്ന് പറയുകയാണ്. യു നോ മീ, നിങ്ങൾക്കെന്നെ അറിയാമോ? ഇഫ് ഐ ഹോൾഡ് യു ഫാസ്റ്റ് യു വിൽ ബ്രീത്ത് യുവർ ലാസ്റ്റ്. ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഈ പോട്ടിനെ ഒന്ന് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാനത്തെ ശ്വാസമായിരിക്കും അത് എന്ന് പറയുന്നു. ഹ ഹ ഹ. ദ ഫ്രണ്ട്സ് ഇൻസൈഡ് ദ ലിറ്റിൽ ക്ലേ ഹാർട്ട് ലാഫ്ഡ്. ലിറ്റിൽ ക്ലേ ഹാർട്ടിനകത്തിരുന്ന് ആ ഫ്രണ്ട്സ് അത്രയും പേരും ഒരുമിച്ച് ചിരിക്കാൻ തുടങ്ങി. ഹ ഹ ഹ. വൈ ആർ യു ലാഫിങ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? ഐ വിൽ സ്മാഷ് യുവർ ഹാർട്ട്. ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ കൊച്ചു കുടിലിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചു വീടിനെ ഞാൻ നശിപ്പിക്കും. ആര് പറയുകയാണ്? യെസ്, ദ ബിയർ പറയുകയാണ്. The bear said, and he sat on the pot, but the pot did not break. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കരടി എന്ത് ചെയ്തു, ആ പോട്ടിൻ്റെ പുറത്ത് കയറി ഇരുന്നു. അത് പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നശിപ്പിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നു. ഐ വിൽ റിസ്റ്റോർ യുവർ ഹട്ട്. ഞാൻ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങളുടെ ഹട്ട്, നിങ്ങളുടെ കുടിലിനെ നശിപ്പിക്കും. Then the bear tried to kick off the pot. എന്ത് ചെയ്തു, പിന്നീട് അവൻ അതിൽ ഫലം കണ്ടില്ല എന്ന് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു, അതിനെ ചവിട്ടാനും തോൽക്കാനും ഒക്കെ തുടങ്ങി. നത്തിങ് ഹാപ്പൻ. ഒന്നും തന്നെ അതിന് സംഭവിച്ചില്ല. ഓൺലി ഹിസ് ലെഗ്സ് സ്റ്റിങ്ഡ് വിത്ത് പെയിൻ. അവൻ്റെ കാല് വേദന കൊണ്ട് പൊളഞ്ഞതല്ലാതെ മറ്റൊന്നും ആ പോട്ടിന് സംഭവിച്ചില്ല. ദ ഹൗസ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ വീട്. ദ ഹൗസ് ഡിഡ് നോട്ട് ബ്രേക്ക്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ബിയർ ചെയ്തിട്ടും ആ വീടിനൊന്നും തന്നെ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കാണ്, ഡിയർ ക്രംബ്ലി ബിയർ, യു ക്യാൻ ബ്രേക്ക് ദിസ് ഹൗസ്. അപ്പോൾ അവർ പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട ക്രംബ്ലി കരടിയെ, നിനക്ക് നമ്മുടെ ഈ വീട് നശിപ്പിക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലവ്.
എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഇത് സ്നേഹം കൊണ്ട് പണിത വീടാണ്. ദ ഫ്രണ്ട്സ് ലാഫ്ഡ് ആൻഡ് സെഡ്, കൂട്ടുകാരെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആൻഡ് ദ ബിയർ വെന്റ് ബാക്ക് ടു ദി ഫോറസ്റ്റ്, ആ ബിയർ എന്ത് ചെയ്തു? കാട്ടിലേക്ക് നടന്നു പോയി, അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ചു പോയി. Buzz was the fly, Crunch munched the mouse, Hop stopped the frog, Fleet feet the rabbit, Fluffy Huffy the fox, and Howly Prowly the wolf lived in that clay hut for many, many years, dancing and singing, chatting and playing. അങ്ങനെ നമ്മുടെ കൂട്ടുകാരായ ബസ് എന്ന് പറയുന്ന ഫ്ലൈയും ഈച്ചയും ക്രഞ്ച് മഞ്ച് എന്ന് പറയുന്ന മൗസ് നമ്മുടെ റേറ്റും അതുപോലെ ഹോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്ന നമ്മുടെ തവളയും ഫ്ലീറ്റ് ഫീറ്റ് എന്ന് പറയുന്ന റാബിറ്റും ഫ്ലഫി ഹഫി ഫോക്സ് കുറുക്കനും ഹൗലി പ്രൗലി ചെന്നായയും ഒരുപാട് വർഷം അവരങ്ങനെ ഡാൻസും പാട്ടും സംസാരവും കളിയും ഒക്കെയായി അങ്ങനെ ആ കുഞ്ഞു വീട്ടിൽ താമസിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? നെക്സ്റ്റ് ഒരു സോങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് സിംഗിങ് ആൻഡ് enjoy. This is the house that Jack built. This is the malt that lay in the house that Jack built. This is the rat that ate the malt that lay in the house that Jack built. This is the cat that killed the rat that ate the malt they lay in the house that Jack built. This is the dog that worried the cat that killed the rat that ate the malt that lay in the house that Jack built. This is the cow with the crumpled horn that tossed the dog that worried the cat that killed the rat that ate the malt that lay in the house that Jack built. This is the maiden all forlorn that milked the cow with the crumpled horn that tossed the dog that worried the cat that killed the rat that ate the malt that lay in the house that Jack built. കൂട്ടുകാരെ, സോങ് ഇഷ്ടമായോ? നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, the bear started walking to the forest. A wind blew, raindrops came down like pebbles. The bear was drenched in the cave. The bear was drenched in the rain. He found no place to take shelter from the rain. He was about to run. All the inmates of the clay but came out and called out to the bear, "Come inside." The bear ran into the hut. What would be the possible conversation between the bear and the inmates of the clay hut? clay ഹട്ടിലുള്ള അവർ ഫ്രണ്ട്സും ഇവരുമായിട്ട് അല്ലെങ്കിൽ ബിയറുമായിട്ട്. അപ്പോൾ ചോദ്യം എന്താ കൂട്ടുകാരെ? ഫോറസ്റ്റിലേക്ക് കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മഴ പെയ്ത്, അപ്പോൾ മഴ പെയ്തപ്പോഴത്തേനും ഒരിടത്തും ബിയറിന് അഭയം കിട്ടിയില്ല അല്ലേ, ഒരു ഷെൽട്ടറും കണ്ടെത്തിയില്ല. അങ്ങനെ ഓടി എന്ത് ചെയ്തു, തിരികെ ഈ പോട്ടിനരികേക്ക് വന്നു. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടു, അവരുമായിട്ട് എന്ത് ചെയ്യുകയാണ്, സംസാരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാർ നോക്കി എഴുതിക്കോളൂ. താങ്ക് യു ഫോർ യുവർ കിഡ്നസ്, ഐ വാസ് സോ റൂഡ്. നെക്സ്റ്റ് നോക്കി ആക്ടിവിറ്റി 2. The 6 friends lived in the clay hut happily. 6 കൂട്ടുകാരെന്ത് ചെയ്തു, ഈ ലിറ്റിൽ ക്ലേ ഹട്ടിൽ വളരെ സന്തോഷത്തോടെ താമസിക്കുന്നു. We need many things to make our family comfortable. നമ്മുടെ ഫാമിലി കംഫർട്ടബിൾ ആക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണം. എന്തൊക്കെയാണ് വേണ്ടത്? Here are 12 things which we make use of at home. Draw a line from the things to appropriate rooms shown in the plan. You can place only 2 things in a room. ഇവിടെ കുറേ സാധനങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ റൂമിലും ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു റൂമിൽ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വരച്ച് ചേർക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കിയേ. പില്ലോ എവിടെയാണ് വേണ്ടത്? ബെഡ്റൂമിലേക്കാണ്, വരച്ച് ചേർത്തോളൂ. സോപ്പ് ടോയ്ലറ്റിലാണ് വേണ്ടത്. ചെയർ വേണ്ടത് ഡൈനിങ് റൂമിൽ. സോഫ ഹാളിൽ വേണം. ന്യൂസ് പേപ്പർ ഹാളിലാണ് വേണ്ടത്. വാട്ടർ ക്ലോസറ്റ് ടോയ്ലറ്റിലാണ്. മിക്സർ കിച്ചണിൽ വേണം. ടെലിവിഷൻ റീഡിംഗ് റൂം. കോട്ട് ബെഡ്റൂം. ഗ്യാസ് സ്റ്റൗ കിച്ചൺ. വാഷ് ബേസിൻ ഡൈനിങ് ഹാൾ. ബുക്ക് ഷെൽഫ് റീഡിംഗ് റൂം. അപ്പോൾ ഇത്രയും കൂട്ടുകാരെന്ന് വരച്ച് ചേർക്കുക. അപ്പോൾ ഈ ചിത്രത്തിലാണ് കൂട്ടുകാർ വരച്ച് ചേർക്കേണ്ടത് കേട്ടോ. വരച്ച് ചേർക്കുമല്ലോ അല്ലേ? നെക്സ്റ്റ് add 2 more items which can placed in this room. Next activity 3.
ദ ബി എ ബാക്ക് ടു ഫോറസ്റ്റ്. ആക്ടിവിറ്റി 3യുടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് എഴുതിക്കൊള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആൻസർ കപ്പപ്പുഴുക്കുണ്ടാക്കുന്നതാണ് മൗസ്. നെക്സ്റ്റ് റേബിറ്റ് എന്താ, ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റാണ് റേബിറ്റിന് ഒത്തിരി ഇഷ്ടമുള്ളത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ഫോക്സ് ആണെങ്കിലോ ടീ ആണ് ഉണ്ടാക്കുന്നത്. ഫ്ലൈ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഫ്രോഗ് എന്താ, ഫിഷ് കറി ഉണ്ടാക്കുന്നു. അടുത്ത ഓഫ് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനി കൂട്ടുകാർ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം, ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതി നോക്കൂ. ആക്ടിവിറ്റി 5 ഇവിടെ തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 6 ജംഗിൾ ന്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും തലക്കെട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വായിച്ച് നോക്കിയിട്ട് കൂട്ടുകാർ തലക്കെട്ട് എഴുതിക്കോളൂ. ഇവിടെ നോക്കൂ, വി ആർ ഫ്രണ്ട്സ്. ആക്ടിവിറ്റി 7 ഓരോരുത്തരും ഫ്രണ്ട്സാണ്. ദിസ് ഈസ് മൈ ഫ്രണ്ട് ക്രഞ്ച് മഞ്ച് ദ റേറ്റ്. ഐ ആം ക്രഞ്ച് മഞ്ച് ദ റേറ്റ്. ദിസ് ഈസ് മൈ ഫ്രണ്ട്. ഓരോരുത്തരുടെയും പേരെഴുതി കൂട്ടുകാർ ചെയ്തേക്കണം കേട്ടോ. ആക്ടിവിറ്റി 8 ക്ലേ പോട്ട് ക്ലേ ഹട്ട്. ദിസ് ഈസ് എ ക്ലേ പോട്ട്. എ ഫ്ലൈ കം ടു ലീവ് ദിയർ. ഇത് കൂട്ടുകാർ വരച്ച് ചേർക്കാനാണ്. ഓരോ സെൻറ്റൻസുകളും ഇതിൽ കൂട്ടുകാർക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ലിറ്റിൽ ക്ലേ ഹട്ട് എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്